ഹായ് ഹലോ ഇന്നൊരു ഈദ് വ്ളോഗാണ് കേട്ടോ. ആദ്യം ഞാൻ എണീറ്റ പാടാണ് എൻ്റെ കൈമത്തെ മൈലാഞ്ചിയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് ചോന്നിക്കണമെന്നുള്ളത്. നഖത്തുമ്പോൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇപ്രാവശ്യം. അടുക്കളയ്ക്ക് നോക്കുമ്പോൾ റിച്ച് നല്ല കുനാന്ന് പറഞ്ഞിട്ട് സവാള അരിയായിരുന്നേ. പിന്നെ അടുപ്പത്ത് നോക്കിക്കുമ്പോൾ നമ്മൾ ലിവർ കറി ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പിന്നെ വേഗം പോയിട്ട് ബൂരിക്കുള്ള മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണ്ടാക്കാൻ വിചാരിച്ച് ഞാൻ റിച്ചും കൂടിയിട്ടാണ് ഉണ്ടാക്കണം. ഞാൻ പ്രസ് ചെയ്യുന്ന റിച്ചു പൊരിക്കണം. അങ്ങനെ കേട്ടോ ഞങ്ങളുടെ നിയമം. അതിൻ്റെ ഇടയിൽ റിച്ചു അതിലിട്ട കയ്യിലേറ്റൊക്കെ എൻ്റെ മേൽക്ക് വരികയുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ച് നല്ല ശക്തിയായിട്ട് എതിർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ജുമാക്ക് പോകാനുള്ള തുണി ഇസ്തിരി ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ഇസ്തിരി ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ആദം സാർ എണീറ്റിട്ടുണ്ടായിരുന്നു. ഇനി ഓനെ കുളിച്ച് ഫ്രഷാക്കി എടുക്കണം. ഓനും പള്ളിക്ക് പോകാനുള്ള വയസ്സൊക്കെ അയക്കണം. അപ്പോൾ അവർക്ക് രണ്ടാൾക്കുള്ള മൂന്നാൾക്കുള്ള ഈദ് മുബാറക്കൊക്കെ കൊടുത്തിട്ട് അവരെ പറഞ്ഞു വിട്ടിട്ട് വേണം നമുക്ക് നമ്മുടെ ക്ലീനിങ്ങൊക്കെ നടത്താൻ, അടിച്ചുകൊള്ളി തുടക്കൽ എന്നിവയൊക്കെ നടത്താൻ. അവർ പോയി വരുമ്പോഴത്തേനും നമ്മളിതെല്ലാം കഴിയുകയും വേണം. പിന്നെ അവർ പോയ ശേഷം ഞാൻ റൂമിലേക്ക് വന്നിട്ടോ. പുതപ്പും വിരിപ്പൊക്കെ ഒന്ന് കൊട്ടി വിരിക്കണം. കാരണം ഡീപ്പ് ക്ലീനിങ്ങൊക്കെ ഞാൻ തലേ ദിവസം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം ജസ്റ്റ് നമ്മൾ ഉറങ്ങിയ എണീറ്റ് പുതപ്പും കൊട്ടി വിരിക്കാനൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അടിച്ചോരാൻ നിന്ന്. അടിച്ചോരനുണ്ടെങ്കിലും ഹാളൊക്കെ നമുക്കൊന്ന് കുറച്ച് ഒതുക്കി വെക്കണം, ഒക്കെ തീർക്കണം എന്ന് വിചാരിച്ചാണ്. അടിച്ചോരി കഴിയുമ്പോഴത്തേന് തന്നെ അവർ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അതമ്മ ഇവിടെ ഇങ്ങനെ കളിക്കണുണ്ടില്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുളി കഴിഞ്ഞിട്ടാണ് കേട്ടോ തുടക്കാനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത്. ഇല്ലേ നല്ല ചീത്തയൊക്കെ അതിൻ്റെ ഇടയിൽ കുറച്ച് ആരോ കമ്പനിക്കാരെ വിളിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഫുഡിന് ബൂരിയും പൊറാട്ടയും ലിവർ കറി കണ്ടിട്ടുണ്ടായിരുന്നത്. ആദ്യം തൊട്ടിട്ടുള്ള ശീലമാണ് ഇവിടെ ഇങ്ങനത്തെ ഒരു ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇത് കരിനീലാണെന്ന് ആരും വിചാരിക്കരുത്, കറുപ്പാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. വേറെ എവിടേക്കല്ല, പെങ്ങന്മാരെ വീട്ടിലേക്കൊക്കെ പോകാനുണ്ടായിരുന്നു. അവിടേക്കൊക്കെ പോയി വന്ന് പിന്നെ ഫുഡ് കഴിക്കാനായി. ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് മന്തി. പെരുന്നാൾക്ക് എന്തായാലും അടുക്കളയ്ക്ക് ഇരുന്ന് കഷ്ടപ്പെടേണ്ടല്ലോ എന്നുള്ള തീരുമാനം കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഐസ്ക്രീമും കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ എത്തിയപ്പോൾ ഞാനും തെസ്റ്റും കൂട്ടിയിട്ട് ഒപ്പയാണ് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ തൊട്ട് ബാക്കിൽ തന്നെ ഓരുണ്ടായിരുന്നു. പിന്നെ പെരുന്നാൾക്കടിയൊക്കെ നമ്മളെ പ്രിയാപ്പിളമാർക്കൊക്കെ വെച്ച് കൊടുത്ത് ബിസ്ക്കറ്റപ്പം റവപ്പം പിന്നെ അരിരപ്പമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഓരോ കഥകളൊക്കെ പറഞ്ഞ് അങ്ങോട്ടൊന്ന് തട്ടി ഇങ്ങോട്ടൊന്ന് തട്ടിയിട്ടൊക്കെ ഇരുന്ന്. ഇപ്രാവശ്യം തെസ്നില്ലാത്ത കാരണം ഞങ്ങൾക്ക് എവിടേക്കും പോകാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ എവിടേക്കും പോയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളെല്ലാ പെരുന്നാൾക്കും ഓളുണ്ടല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ വേഗം വരും. കാരണം കമ്പനി അടിക്കാനും പുറത്തേക്ക് പോകാനും ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കാൻ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവൾക്ക് പറ്റിയില്ല, അല്ല ഓളുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് അതൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ ബൈ.